ഹലോ, വെൽക്കം. റെട്രോ സിനിമ ഞാൻ കണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഈ സിനിമയ്ക്ക് നല്ല മിക്സഡ് ഒപ്പീനിയൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ക്ലോസ് സർക്കിളിൽ നിങ്ങളെപ്പോലെ തന്നെ മൈൻഡ് സെറ്റുള്ള ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് ഓരോടും കൂടെ ചോദിച്ചിട്ട് ഈ സിനിമക്ക് പോകണോ വേണ്ടി ഒന്ന് തീരുമാനിക്കുക. ആൻഡ് ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദ റെട്രോ. അത് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഈ സിനിമ കാണാൻ പോകുന്ന ഓഡിയൻസ് ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമല്ലോ. അപ്പോൾ ഈ ഇറങ്ങുമ്പോൾ ആ സിനിമ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, മേ ബി നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ആ സിനിമ കണ്ടിട്ട് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ആ സിനിമയിൽ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റിനെയോ അല്ലെങ്കിൽ ആ സിനിമേൻ്റെ ഡയറക്ടറിനെയോ അല്ലെങ്കിൽ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ തന്തയ്ക്ക് വിളിക്കാനുള്ള ലൈസൻസ് അല്ല. ഇത് സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന തോന്നിയാസം വിളിച്ച് പറയുന്ന കുറച്ച് ആൾക്കാരെ വീഡിയോസൊക്കെ വേണ്ടി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓക്കെ, ഒരു സിനിമ ടിക്കറ്റ് എടുത്ത് കണ്ടു, അത് ഇഷ്ടപ്പെട്ടില്ല, അത് മാന്യമായ രീതിയിൽ എന്താണ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മാന്യമായ രീതിയിൽ പറഞ്ഞിട്ട് പോവുക. ഇതൊരുമാതിരി എന്താ പറയുക, അക്രമാസക്തമായിട്ട് ആ ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് ട്രെൻഡാവാൻ എന്തൊക്കെയോ വിളിച്ച് പറയുക. അതൊക്കെ റെക്കോർഡ് ചെയ്ത് കഞ്ഞി പിടിക്കാൻ വേണ്ടിയിട്ട് അത് ഓൺലൈനിൽ ഇടുന്ന ഒരു മീഡിയ, അതിന് ലൈക്ക് ചെയ്യാൻ കുറേ ആൾക്കാരും. അപ്പോൾ സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാന്യമായ രീതിയിൽ പറയാം. ഞാൻ മാന്യമായ കുറേ ഓഡിയൻസ് ഉണ്ട്, കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഉണ്ട് ട്രെൻഡ് ആവാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ കുറച്ചൊന്ന് ഫേസ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ തെണ്ടിത്തരം വന്ന് വിളിച്ച് പറയുന്ന കുറച്ച് അവന്മാർ. അപ്പോൾ ഓരോ മെൻഷൻ ചെയ്യാനാണ് ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത്. നമ്മളെ റിവ്യൂ നമുക്ക് ഷോർട്ടാക്കി അവസാനം. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ദ റെട്രോ ആൻഡ് ദ മൂവി വാസ്. എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ രീതിയിൽ വർക്ക് ആയില്ല സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുള്ള ഈ സിനിമയിലെ മ്യൂസിക്. സന്തോഷ് നാരായണൻ്റെ കിട്ടിലും മ്യൂസിക് ഉണ്ട് ഈ സിനിമയിൽ. സ്കോർസ് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എല്ലാം കൊണ്ടും സെറ്റാണ്. ചില സോങ്സ് ഒക്കെ ഭയങ്കര രസമുണ്ട്. ചില സോങ്സിന്റെ പ്ലേസ്മെന്റ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൊണ്ടും സെറ്റാ ഈ സിനിമ. ആൻഡ് ആക്ടിങ് വൈസ് സൂര്യന്റെ പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. എക്സ്പെഷ്യലി ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ആ ഒരു വൺ ഷോട്ടിലൊക്കെ സൂര്യ ചെയ്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടില്ല. ഒരു വെറൈറ്റി സാധനം സൂര്യന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സിനിമ അത് സിനിമയ്ക്ക് മൊത്തത്തിൽ വർക്ക് ആവാത്തതുകൊണ്ട് സൂര്യ അത്രയും പെർഫോം ചെയ്തിട്ട് ഒരു കാര്യമില്ലാത്ത മാതിരി. പിന്നെ ചില ക്യാമറ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിനെ പറയണോ, ചില കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവർ. ആൻഡ് ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അവർ പഴയ കാലമൊക്കെ സെറ്റ് ചെയ്തെടുത്തൊക്കെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെടാത്ത സംഭവത്തിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സിനിമേന്റെ എഡിറ്റിംഗ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ, അത് രണ്ടും എനിക്ക് വലുതായിട്ട് വർക്കായില്ല. അത് എന്താ പറയുക, എനിക്ക് ആ രണ്ട് സംഭവം വർക്കായില്ല. പിന്നെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇത് എഴുതായിരുന്നു. ഭയങ്കര ലോങ് ആയിരുന്നു സിനിമ, കുറച്ച് കാര്യങ്ങൾ കുറയ്ക്കാനായിരുന്നു. പിന്നെ ഈ മറ്റേ ജിഗർദണ്ഡ XX പോലെ കുറച്ച് കാര്യങ്ങൾ വേറെ അനാവശ്യമായിട്ട് കുത്തിത്തിരിക്കുക പോലെ എനിക്കുണ്ടായിരുന്നു. ഈ സിനിമ എന്തൊക്കെയോ വഴി കൂടെ കടന്നു പോകുന്നതായിരിക്കും. അതായത് ഒരു സിമ്പിൾ ട്രാക്ക് പിടിക്കേണ്ട ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻസ് ഹാൻഡിൽ ചെയ്ത മാതിരി എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടെ ട്രിം ചെയ്യുന്നു. കുറേ സിനിമ ഇപ്പം കയ്യൊന്ന് വിചാരിച്ച സാധനം പിന്നെയും വലിപ്പിച്ച് നീട്ടി ക്ലൈമാക്സ് ഒക്കെ വലിപ്പിച്ച മാതിരി ഇപ്പം സിനിമ. ആരൊക്കെ അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ പോണേ സിനിമ അത്ര പോരാന്നൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ ഞാൻ കാണുമ്പോൾ ഇതിനെന്താ പോയപ്പോൾ കൊള്ളാമല്ലോ, രസമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഓക്കെ, ആൾക്കാർ പറഞ്ഞാൽ ശരിയാണ്, ഇനി കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള മനസ്സിലായി. അപ്പോൾ മൊത്തത്തിൽ എന്നോട് പറയുകയാണെങ്കിൽ, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ആവറേജ് പടം, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാണാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ നിങ്ങൾ അതേ മൈൻഡ് സെറ്റുള്ള ആൾക്കാരോട് കണ്ടവരാരെങ്കിലും ചോദിച്ചിട്ട് ഒന്നുകൂടെ പോവുക. എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം ഇതാണ്. ഒരു ആവറേജ് പടം കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ വലിയ ഇതാക്കാനൊന്നും ഇല്ലാത്തൊരു സിനിമ. അതാണ് റെട്രോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് പറയും. ആൻഡ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.